ഹായ്. അപ്പോൾ പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ള സമയം എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെ സാധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് മുമ്പിൽ ഒരു 9 ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ വിത്ത് ദ ടൈം മാനേജ്മെൻറ്റ് ടിപ്സ് നമ്പർ 1. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കറണ്ടായിട്ടൊരു സ്കെഡ്യൂള് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മൊത്തം എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതും ഒന്ന് റെക്കോർഡ് ചെയ്യുക. അപ്പം നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാവും. ഇനി അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നും മനസ്സിലാവും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിനെ നമുക്ക് നമ്മുടെ ഒരു സ്കെഡ്യൂളായിട്ട് സൂക്ഷിക്കാം. റെഡിയല്ലേ? ഇനി ആ കാര്യങ്ങളെ നിങ്ങളൊന്ന് ബാച്ച് ചെയ്യാനുണ്ട്. അതായത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചിലതൊക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ ആ ഒരു വലിയ ടാസ്കിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒന്ന് കട്ട് ഡൗൺ ചെയ്യുക. അതായത് ചെറിയ ചെറിയ സിമിലർ തിങ്സിൻ്റെ ബേസിൽ അതിനൊന്ന് ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ വലിയ വലിയ ടാസ്കുകളെ നമ്മൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് തിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമത്തത് ഇഗ്നോർ ചെയ്യുക എന്നുള്ള, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതിനെയൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഓക്കെ, നിങ്ങൾ എമർജൻസി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം മുഴുകുക. അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അവഗണിക്കുക, ഇഗ്നോർ ചെയ്യുക. അത് ഇമെയിൽ ആണെങ്കിലും ഫോൺ കോൾസ് ആണെങ്കിലും എല്ലാം തന്നെ നിങ്ങളൊന്ന് അവഗണിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആണ്. ഓരോ ദിവസവും എങ്ങനെ ആയിരിക്കണം, ഓരോ ദിവസവും നമ്മൾക്ക് എങ്ങനെ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ പറ്റും എന്നതിന് ഏറ്റവും വലിയൊരു ഹെൽപ്പായിരിക്കും ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി നിങ്ങളൊന്ന് തീരുമാനിക്കുക. അതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയാം, ആസൂത്രണം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം യൂസ് വെയിറ്റിംഗ് ടൈം എഫക്റ്റീവ്ലി. അതായത് നമ്മൾ ആരെയും കാത്തു നിൽക്കുകയെ, അല്ലെങ്കിൽ നമ്മൾ വല്ല ക്യൂവിൽ നിൽക്കുകയെ, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു സമയത്ത് നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കില്ലേ, ആ സമയം നിങ്ങൾ ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വല്ല ക്ലാസ്സസോ വീഡിയോസോ ഉണ്ടെങ്കിൽ ആ സമയം ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ വല്ല ഇക്വേഷൻസോ ഫോർമുലാസോ ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ല പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കി ഒന്ന് പഠിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയം എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ മിനിമൈസ് മീറ്റിംഗ് ടൈംസ്. അതായത് വെറുതെ പുറത്ത് പോയിട്ട് വെറുതെ അനാവശ്യമായിട്ട് ആളുകൾ കാണുന്ന സമയങ്ങളൊക്കെ ഒന്ന് പരമാവധി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ ഡെലിഗേറ്റ് സം വർക്ക്. ഡെലിഗേറ്റ് ചെയ്യാൻ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ചില ജോലികൾ അവരങ്ങ് ഏൽപ്പിക്കുക. അത് അവർ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ജോലികൾ കാര്യങ്ങളൊക്കെ സമയത്തിനനുസരിച്ച് ചെയ്തു തീർക്കാൻ പറ്റും. അത്ര അത്യാവശ്യമില്ല എന്നാൽ പിന്നെ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്, ഒഴിവാക്കാൻ പറ്റില്ല. അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെയുള്ളൊരു കാര്യമാണ് ടേൺ ടാസ്ക് ഇൻ ടു ഹാബിറ്റ്. അതായത് ഒരിക്കലും നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്ക് അത്ര ഈസി ആവില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമുക്കത് ചെയ്തു വരാൻ. എന്നാൽ നിങ്ങൾ ഈ ടാസ്കുകൾ ചെയ്ത് 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 നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കി അതിനെ ഒരു ശീലമാക്കി മാറ്റുക. അപ്പം നിങ്ങൾക്കത് അത്ര വലിയ ബുദ്ധിമുട്ടാവുന്ന കാര്യമാവില്ല. നമ്മൾ ഡെയിലി ചെയ്യുന്നൊരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ടാസ്കുകളെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒന്ന് ബ്ലോക്ക് ചെയ്യുക കുറച്ച് കാലത്തേക്കെങ്കിലും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയം ഏറ്റവും കൂടുതൽ അപഹരിച്ച് കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ അൺവാണ്ടഡ് ആയിട്ട് ഇരുന്നിട്ട് റീൽസ് കാണുക, ഷോർട്സ് കാണുക, വെറുതെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ഓരോ പിക്ചേഴ്സ് കണ്ടുകൊണ്ടിരിക്കുക, വെറുതെ കുറേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം തന്നെ നിങ്ങളുടെ സമയത്തെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഓരോ ഇവൻറ്റുകളാണ്. അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ.
യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ഡേ.